ഇപ്പോൾ ഒരാൾ ഇവിടെ ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ശ്യാമപ്രസാദ് ഉത്തമന് എന്തായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പതർച്ചയില്ല. അത് ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ ഒരു രണ്ടു ചോദ്യത്തിനും അദ്ദേഹം പറയുന്നത് തന്നെ ശിക്ഷിച്ചിട്ടില്ലോ, ഫയൽ ചെയ്യും നാളെ ജാമ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ? തീർച്ചയായിട്ടും. അതായത് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കോടതിയിൽ വെച്ച് കണ്ട ഒരു ബോബി ചെമ്മണ്ണൂരുണ്ട്. കോടതിയിൽ ഈ ജാമ്യമില്ല എന്നറിഞ്ഞ് ആ ബോബി ചെമ്മണ്ണൂർ പെട്ടെന്ന് മോഹത്യപ്പെടുകയും തുടർന്ന് അവിടെ തളർന്നു വീഴുകയുമായിരുന്നു. അതിനുശേഷം അപ്പുറത്ത് കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തി ആകെ തലയിൽ ഉൾപ്പെടെ കൈവച്ച് നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂർ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നു. പിന്നീട് ജീപ്പിൽ കയറി ഈ ആരോഗ്യ പരിശോധന കഴിഞ്ഞ് വീണ്ടും ജീപ്പിൽ കയറി പുറത്തേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ബോബി ചെമ്മണ്ണൂരിന് പലയിടങ്ങളിലും, അതായത് വലിയ ബ്ലോക്കായിരുന്നു, പലയിടങ്ങളിലും വലിയ ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്ക് സമയങ്ങളിലൊക്കെ പലയിടത്തായിട്ട് നിരവധി ആളുകൾ അവിടെ തങ്ങിക്കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസ് വാഹനം വന്ന് കുറച്ചു നേരം നിർത്തി നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ബോബി ചെമ്മണ്ണൂരാന്ന് കാണുമ്പോൾ ആളുകൾ ഇയാൾ ഒരു സെലിബ്രിറ്റിയാണ് ഇദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ബോബി ചെമ്മണ്ണൂർ എന്ന് വിളിക്കുകയും തുടർന്ന് അവർക്ക് നേരെ കൈവീശി കാണിക്കുകയാണ്, ടാറ്റ കാണിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. അങ്ങനെ ആ കൈവീശി കാണിച്ച് ടാറ്റ കാണിച്ച് പലയിടങ്ങളിലായിട്ടും പല ബ്ലോക്കുകളിലൂടെ കടന്ന് ഇങ്ങോട്ട് പോരുമ്പോഴും ഇവിടെ വച്ചും നമ്മൾ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ BP ഒന്ന് ഡൗൺ ആയി, അതിനുശേഷം നോർമലായി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ എന്നെ കോടതി തളർന്നു വീണു. തീർച്ചയായിട്ടും. കാരണം ഒരുപക്ഷെ ആ സാധ്യത ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം BP ഒക്കെ ആണെന്ന് കാണിച്ചുകൊണ്ട് ജയിലിൽ പോകാതെ ഒരു ദിവസമെങ്കിലും നാളെ ജാമ്യം കിട്ടിയാൽ ആശുപത്രി കടക്കാൻ. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഡോക്ടർമാരും ഒരുക്കിയില്ല. ആ ഒരു സാഹചര്യം പോലീസും ഡോക്ടർമാരും ഒരുക്കിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആശുപത്രിക്ക് മുന്നിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബന്ധുക്കളും മറ്റും പറയുന്നത് ഈ പറഞ്ഞിരുന്ന ചികിത്സകളൊന്നും കൃത്യമായിട്ട് നടത്തിയില്ല, പരിശോധനകളൊന്നും വിശദമായിട്ട് നടത്തിയില്ല എന്ന ഒരു ആരോപണമുണ്ട്. അതായത് ഈ ECG ആദ്യം എടുത്തു, ആ ചെറിയൊരു വേരിയേഷൻ കണ്ടു, പക്ഷേ വീണ്ടും എടുക്കാൻ അനുവദിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ബന്ധുക്കളടക്കമുള്ള കാര്യം പങ്കുവെക്കുന്നുണ്ട്. അവരൊരു വിമർശനമായിട്ട് പറയുന്നുണ്ട് പോലീസ് പെട്ടെന്ന് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ഒരു വാഹനമാണ്. ആ വാഹനത്തിന് അതിവേഗത്തിലാണ് വാഹനം പോരുന്നത്. അതായത് ഇത്രയും വലിയ ബ്ലോക്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ മാത്രമാണ് എടുത്തത്. നമുക്കറിയാം കൊച്ചിയിലെ വൈകിട്ടത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കടന്നു പോകുന്ന സ്ഥലം. ഈ ഇടറോഡുകളിലേക്ക് വാഹനം കയറി കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് ഇടിച്ചു കുത്തി വരുന്നതാണ്. ആ വാഹനങ്ങൾക്കിടയിലൂടെ പോലീസ് വാഹനം കുതിച്ചു വാകുകയാണ്, അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മളുമുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന വാഹനം എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു പോലീസിനുള്ളത്. അത് പോലീസ് കൃത്യമായി നിർവഹിച്ചു. പോലീസ് ഇപ്പോൾ എന്തായാലും അതിനെ അതിജീവിക്കും എന്ന് തന്നെയാണ് ബോബിച്ച്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, അതായത് ഈ ബന്ധുക്കളുടെയും ബോച്ചെ ഫാൻസിൻ്റെ ഒക്കെ ഒരു ആരോപണം മാത്രമാണ്. കാരണം ഇത്രയും സെലിബ്രിറ്റിയായി ഒന്നുമില്ലെങ്കിലും അതേ ഒരു ബിസിനസ് മാഗ്നറ്റാണ്. അങ്ങനെയുള്ള ഒരാളെ ചികിത്സ നിശ്ചയിച്ചുകൊണ്ട് ഒരിക്കലും കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കില്ല. കാരണം അവർക്കും തലവേദനയാവും. തീർച്ചയായിട്ടും. അവർ പ്രധാനമായിട്ടും ഈ കോടതിയിൽ ഉന്നയിക്കുന്നത്, അതായത് ഈ പ്രതിഭാഗം പ്രധാനമായിട്ടും കോടതിയിൽ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അതായത് താൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പൊന്ന് വീണിരുന്നു, കാലിന് പരിക്കുണ്ട്, അതോടൊപ്പം തന്നെ നട്ടലിനും ചെറിയ പ്രശ്നങ്ങളുണ്ട്, കൂടാതെ തനിക്ക് അൾസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അടക്കം ഈ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ വേണ്ട വിധത്തിലുള്ള പരിശോധനകൾ കൃത്യമായി നടത്തിയില്ല എന്നൊരു ആക്ഷേപമാണ് പ്രധാനമായിട്ടും പിന്നീട് ഈ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾ ഒരുപക്ഷെ പരിശോധിച്ച് അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് ഒരുപക്ഷെ ആശുപത്രിയിൽ ഇന്ന് വേണ്ടി വരും, ഇന്നത്തെ ഒരു നിരീക്ഷണം ആശുപത്രിയിൽ വേണ്ടി വരും എന്ന ഒരു സാധ്യത കൂടി അവരവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നടപ്പായില്ല. അത് പോലീസ് കൃത്യമായിട്ടും ഇടപെട്ട് കൃത്യമായ രീതിയിൽ അത് പൊളിച്ച് ഇവിടെ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു ദൗത്യം, അതായത് പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചത് ഇത്തരമൊരു കേസിൽ ഇതിൽ കൃത്യമായ രീതിയിലുള്ളൊരു ശിക്ഷ ഉണ്ടാകണം, അത് മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കണം. ഇനി ആരും മറ്റൊരു തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം നടത്തരുത് എന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ബോബി ചെമ്മണ്ണൂർ 2 കാര്യങ്ങൾ പിഴച്ചു. ഒന്ന്, അദ്ദേഹം ഒരിക്കലും ഇത്തരം കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്നലെ ഞാൻ രാഗിനും കൂടെയാണ് ജയകുമാറിൻ്റെ ACP ജയകുമാറിനെ കാണാനായിട്ട് ഇരുന്നത്. അപ്പോൾ രാഗിൻ്റെ ചോദ്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമോ, നോട്ടീസ് കൊടുക്കണ്ടേ ബോബി ചെമ്മണ്ണൂർ എന്ന് ചോദിച്ചാൽ എന്തിനാണ് നോട്ടീസ് അദ്ദേഹം പറഞ്ഞു. അതിനൊപ്പം അദ്ദേഹം പറഞ്ഞൊരു ഗുഡ് ന്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് അല്പസമയത്തിന് ശേഷം അറസ്റ്റ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് നടി ഹാൻസി അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഉദ്ഘാടനത്തിൽ പോകാനായിട്ടിരുന്നത്. പക്ഷേ ഇത് വളരെ ആസൂത്രിതമായി, ഒരുപക്ഷെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഇല്ലാത്ത ഒരു ബിസിനസ് മാഗ്നറ്റിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ കരുതലോടുകൂടി മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു അറസ്റ്റും നമ്മൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു ചടുല നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല.